മന്ദാകിനി, മഹാറാണി, ടൈക്ക, റൂസ്റ്റർ. ലോക മാർക്കറ്റിൽ തരംഗമായ മലയാളി ബ്രാൻഡുകൾക്ക് പിന്നാലെ ഇനി മലയാളി ബിയറും യക്ഷി വോഡ്കയും. പോളണ്ടിൽ തുടങ്ങിയ മലയാളി ബിയർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചി വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ എത്തും. ഹെക്സഗൺ സ്പിരിറ്റ്സ് ഇന്റർനാഷണലിന്റെ സ്ഥാപകരായ ചന്തു നല്ലൂരും സർഗീവ് സുകുമാരനും ബിയറിന് ശേഷം വോഡ്ക വിപണിയിലേക്ക് കടക്കുകയാണ് യക്ഷിയുമായി. സെപ്റ്റംബറിലാണ് പുതിയ ബ്രാൻഡ് യക്ഷിയെ അവതരിപ്പിക്കുന്നത്. രണ്ട് മലയാളികൾ 2022 പോളണ്ടിൽ തുടക്കമിട്ട ബീവറേജ് സ്റ്റാർട്ടപ്പ് ഹെക്സഗണൽ സ്പിരിറ്റ് ഇന്റർനാഷണൽ ഇന്ന് വേൾഡ് മാർക്കറ്റിൽ ശ്രദ്ധേയമായ ബ്രാൻഡുകളാണ് എത്തിക്കുന്നത്. പാലക്കാട് സ്വദേശികളായ ചന്ദ്രമോഹൻ നല്ലൂരും സർഗീസ് സുകുമാരനും ചേർന്ന് വിപണിയിലെത്തിച്ച ആദ്യ ഐറ്റമായിരുന്നു മലയാളി ബിയർ. റഷ്യ-യുക്രൈൻ യുദ്ധസമയത്ത് ആഫ്രിക്കൻ സുഹൃത്തിന്റെ 5 ടൺ അവൽ വിൽക്കാൻ കഴിയാതെ കെട്ടിക്കിടന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഐഡിയയാണ് അവലിൽ നിന്നും ബിയർ ഉണ്ടാക്കിയാലോ എന്നത്. അങ്ങനെ അവൽ വാറ്റി മലയാളി ബിയർ ഉണ്ടാക്കി. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി ബിയർ എത്തിയത് 17 രാജ്യങ്ങളിലാണ്. ഈ വർഷം അവസാനത്തോടെ 26 രാജ്യങ്ങളിൽ മലയാളി ബിയർ വിൽക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. കേരളത്തിലേക്ക് മലയാളി ബിയർ എത്തുന്നുവെന്ന അനൗൺസ്മെന്റിനു പിന്നാലെയാണ് യക്ഷിയുടെ വരവ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ യക്ഷി എന്ന പുതിയ ബ്രാൻഡ് പുറത്തിറങ്ങും. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളി ബിയറിന്റെ ഉത്പാദനം ആരംഭിച്ചതുപോലെ യക്ഷിക്കും ഒരു പ്രത്യേക ഉദ്ഭവ കഥയുണ്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ നിർമ്മിച്ചാൽ എല്ലാ ലുലു മാളുകളിലും അത് ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ അവർ രൂപപ്പെടുത്തി 0% ആൽക്കഹോൾ ബിയർ മലയാളി ഹബീബി. നോൺ ആൽക്കഹോളിക് ബിയർ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തു മാറ്റിയ ആൽക്കഹോൾ എന്തു ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് യക്ഷി എന്ന വോഡ്കയുടെ പിറവി. പാലക്കാട് സ്വദേശികളായതുകൊണ്ട് തന്നെ മലമ്പുഴ ഉദ്യാനത്തിലെ പ്രശസ്ത ശില്പം യക്ഷിയും പ്രാദേശിക കഥകളെയും അടിസ്ഥാനമാക്കിയാണ് യക്ഷി എന്ന പേര് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ കുപ്പിയുടെ ഡിസൈൻ വർക്കിലാണ് ഇരുവരും. യക്ഷിയുടെ സൗന്ദര്യത്തോട് നീതി പുലർത്തുന്ന, ആദരവർപ്പിക്കുന്ന രീതിയിലുള്ള കുപ്പി രൂപകൽപ്പന ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം. ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചി വിമാനത്താവളത്തിലും വൈകാതെ തിരുവനന്തപുരത്തും മലയാളി ബിയർ ലഭ്യമാകും. 18 വയസ്സിന് താഴെയുള്ളവർക്കായി അടിപൊളി എന്ന പേരിൽ ഒരു ഫംഗ്ഷണൽ ഡ്രിങ്ക് പുറത്തിറക്കാനും പദ്ധതിയിടുന്നുണ്ട്. 2025 അവസാനത്തോടെ 3.3 മില്യൺ യൂറോയുടെ വിറ്റുവരവാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മലയാളികൾ പൊളി തന്നെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.